all, welcome to once. ഇത് നമ്മൾ KTU ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സബ്ജക്റ്റിൻ്റെയാണ് ചെയ്യുന്നത്. KTUവിൻ്റെ ഡിസംബർ 2021 എക്സാമാണ്. 2019 സ്കീമാണ്. മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ EET 203 ആണ് അതിൻ്റെ കോഡ്. 3 hours എക്സാമാണ്. 100 മാർക്കിലാണ് എക്സാം നടക്കുന്നത്. ഓക്കെ, ഇതാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ. എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ്, പാർട്ട് A ആൻഡ് പാർട്ട് B ഉണ്ട്. Part A contains 10 questions with 2 questions from each module, having 3 marks each question. ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വീതമുള്ള 2 ക്വസ്റ്റ്യൻ ഓരോ മൊഡ്യൂളിൽ നിന്നുണ്ടാവും. അങ്ങനെ 5 മൊഡ്യൂളിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സ്റ്റുഡൻറ്റ് ഷുഡ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി പാർട്ട് ബിയിലോ, പാർട്ട് ബി കണ്ടെയ്ൻ 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ. ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓഫ് വിച്ച് സ്റ്റുഡൻറ്റ് ഷുഡ് ആൻസർ എനി വൺ, ഏതെങ്കിലും ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് മാക്സിമം 2 സബ് ഡിവിഷൻസ് ആൻഡ് ക്യാരി 40 മാർക്സ്. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 സബ് ഡിവിഷൻ ഉണ്ടാവും. അതിൻ്റെ ടോട്ടൽ മാർക്ക് വരുന്നത് 14 ഓക്കെ, ഇതാണ് മൊഡ്യൂൾ 1ൻ്റെ സിലബസ്. മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്സ്, ഇറേഴ്സ്, ടൈപ്സ് ഓഫ് ഇറർ, സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഇറർ, നീഡ് ഫോർ കാലിബ്രേഷൻ, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതെല്ലാം വരുന്നുണ്ട്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻഡിക്കേറ്റിംഗ്, ഇൻറ്റഗ്രേറ്റിംഗ്, റെക്കോർഡിങ്, പിന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫോഴ്സസ് ഏതൊക്കെയാണ്, എസെൻഷ്യൽസ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡിഫ്ലക്റ്റിംഗ്, ഡാമ്പിങ്, കൺട്രോളിങ്, ടോർക്ക്, ആ ടോർക്കുകളെല്ലാം, മീറ്റേഴ്സ് ആൻഡ് വോൾട്ട്മീറ്റേഴ്സ്, മൂവിങ് കോയിൽ, മൂവിങ് അയൺ, കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ, പിന്നെ ഷണ്ട് ആൻഡ് മൾട്ടിപ്ലയർ, എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ചസ്. ഇത്രയാണ് മൊഡ്യൂൾ 1ൻ്റെ സിലബസ് വരുന്നത്. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 1ൽ നിന്ന് വന്നിരിക്കുന്നത്. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് ഇൻ മെഷർമെൻറ്റ്: അക്യുറസി, റെസൊല്യൂഷൻ ആൻഡ് പ്രിസിഷൻ. 3 മാർക്സിൻ്റെ ആയത് കാരണം ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വീതമായിരിക്കും. ബട്ട് അത് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെൻറ്റ്സ്. ഏതൊക്കെയാണ് മെഷർമെൻറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ്? ഇത് രണ്ടുമാണ് 3 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അക്യുറസി, റെസൊല്യൂഷൻ, പ്രിസിഷൻ എന്താണെന്ന്. 1 മാർക്കിൻ്റെ ആയത് കാരണം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. പക്ഷേ ഇത് തന്നെ വേണമെങ്കിൽ 40 മാർക്സിന് ചോദിക്കുമ്പോൾ എഴുതുന്ന രീതിയിലാണ് ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് വൺ, അക്യുറസി. ഒരു മീറ്റർ റീഡിങ് അക്യുറേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂ തന്നെ കാണിക്കുകയാണെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് അക്യുറേറ്റ് ആണ്. ഇറ്റ് ഈസ് എ ക്ലോസ്നെസ് with which an instrument reading approaches the true value of the quantity being measured. ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യുന്നത് അതിൻ്റെ ട്രൂ വാല്യൂ തന്നെ കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് അക്യുറസി എന്ന് പറയുന്നത്. അക്യുറസി തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോയിൻ്റ് അക്യുറസി എന്ന് പറഞ്ഞാൽ എന്താ? ദ അക്യുറസി ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് അറ്റ് 1 point ഓഫ് ഇറ്റ് സ്കെയിൽ. ഏതെങ്കിലും ഒരു പോയിന്റിനെ ബേസ് ചെയ്താണ് അക്യുറസി പറയുന്നതെങ്കിൽ അതിനാണ് പോയിന്റ് അക്യുറസി. ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ അക്യുറസി ഡസ് നോട്ട് ഗിവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദ അക്യുറസി അറ്റ് അതർ പോയിന്റ്സ് ഓൺ ദ സ്കെയിൽ. ആ ഒരു പോയിന്റിലെ അക്യുറസി പറഞ്ഞു എന്ന് വെച്ചാൽ അതേ അക്യുറസി തന്നെ മറ്റ് സ്കെയിലിലെ പോയിന്റ്സിൽ കിട്ടണം എന്നില്ല. ഓർ ഇൻ അതർ വേർഡ്സ്, ഡസ് നോട്ട് ഗിവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദ ജനറൽ അക്യുറസി ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ജനറൽ അക്യുറസിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും നമുക്ക് ആ ഒരു പോയിന്റ് അക്യുറസിയിൽ നിന്ന് കിട്ടുന്നില്ല. ഹൗവർ, ദ ജനറൽ അക്യുറസി മേ ബി ഗിവൺ ബൈ ഡ്രോയിങ് അപ്പ് a table that specify the accuracy at a number of points throughout the range of instruments. അപ്പോൾ ഇതിൽ നിന്ന് ഇൻസ്ട്രുമെൻ്റ് അക്യുറസി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? ഓരോ പോയിന്റ്, എല്ലാ പോയിന്റിലെയും അക്യുറസി കാണിച്ചാൽ മാത്രം അതൊരു ടേബിളിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ആ ഇൻസ്ട്രുമെൻ്റ് അക്യുറസി കിട്ടുള്ളൂ. ഇനി അക്യുറസി ആസ് പെർസെൻറ്റേജ് ഓഫ് സ്കെയിൽ ഓഫ് റേഞ്ച്. ആ ഇൻസ്ട്രുമെൻ്റ് സ്കെയിലിൻ്റെ പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. വെൻ an instrument has uniform scale, its accuracy may be expressed in terms of scale range. ഒരു ഈ ഇൻസ്ട്രുമെൻ്റ് സ്കെയിൽ യൂണിഫോം ആണെങ്കിൽ അപ്പോഴാണ് എൻ്റെ അക്യുറസി അതിൻ്റെ സ്കെയിലിൻ്റെ റേഞ്ചിൻ്റെ പെർസെൻറ്റേജിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് എങ്ങനെയാണ്? +or-0.5% ഓഫ് സ്കെയിൽ റേഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. ഫുൾ സ്കെയിൽ റീഡിംഗ് ആണെങ്കിൽ ആ ഫുൾ സ്കെയിൽ റീഡിങ്ങിൻ്റെ +or-0.5% ആണ്. അതേസമയം ആ ഫുൾ സ്കെയിൽ അല്ലാതെ 25 ഡിഗ്രി സെൽഷ്യസ് വേറെ ഏതെങ്കിലും ഒരു 20%ഓ 10%ഓ ഉള്ള ഒരു റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ എന്താണ്? അപ്പോൾ ഇറർ കൂടും. കാരണം എന്താ? ഇവിടുത്തെ +or-0.5% കിട്ടുന്ന വാല്യൂ ആയിരിക്കില്ല ഈ ചെറിയൊരു വാല്യൂവിൻ്റെ എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ എന്ത് പറ്റും? ദിസ് അക്യുറസി സ്പെസിഫിക്കേഷൻ ഈസ് ഹൈലി മിസ്ലീഡിങ്. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്? വളരെ മിസ്ലീഡിങ് ആണ്. ഇവിടെ വരുമ്പോൾ 25 ഡിഗ്രി എടുക്കുമ്പോൾ ഒരു 10% അടുത്ത് എറർ കാണിക്കുന്നുണ്ട്. ഇവിടെയോ +or-0.5% ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ സ്കെയിൽ റീഡിങ്ങിലുള്ള അക്യുറസിയിലെ പ്രശ്നം. ഈ അക്യുറസി ആസ് പെർസെൻറ്റേജ് ഓഫ് ട്രൂ വാല്യൂ. The best way to consider the idea of accuracy is to specify it in terms of true value of the
ക്വാണ്ടിറ്റി ബീങ് മെഷർഡ്. ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യുന്നത് അതിൻ്റെ പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഇപ്പം വിത്തിൻ +or-0.5% ഓഫ് ട്രൂ വാല്യൂ കണ്ടോ, ഇവിടെ +or-0.5% ഓഫ് സ്കെയിൽ റേഞ്ച്, ഫുൾ സ്കെയിൽ ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ പറയുന്നത് ട്രൂ വാല്യൂ ആണ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ദാസ് ആസ് ദ റീഡിങ് ഗെറ്റ് സ്മോളർ ഇററും സ്മോളർ ആകുകയാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഒരു വലിയ ഒരു ഫുൾ സ്കെയിൽ റീഡിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ മെഷർമെൻറ്റ് എടുക്കണമെങ്കിൽ ആ മീറ്റർ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 20 ആംപിയർ ആണ് ഒരു സർക്യൂട്ടിലുള്ളതെങ്കിൽ ആ 20 ആംപിയർ മെഷർ ചെയ്യാൻ വേണ്ട അമ്മീറ്റർ എങ്ങനെയായിരിക്കണം, 0 to 20 എടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ഒരു 0 to 200 എടുക്കരുത്. അപ്പോൾ എന്താ, ഇററിന് ചേഞ്ച് വരും. ഇതാണ് 3 ടൈപ്പ് അക്യുറസി. അടുത്ത പോയിന്റ്, ഇത് 1 മാർക്കിനാണ്, അത് ജസ്റ്റ് പോയിന്റ് ഇട്ടാൽ മതി, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അടുത്തത് റെസൊല്യൂഷൻ. ഇഫ് ദി ഇൻപുട്ട് ഈസ് സ്ലോലി ഇൻക്രീസ്ഡ് ഫ്രം സം ആർബിട്രറി നോൺ സീറോ ഇൻപുട്ട് വാല്യൂ, it will again be found that output does not change at all until a certain increment is exceeded. ഇൻപുട്ട് വാല്യൂ നമ്മളൊരു ചെറിയൊരു എമൗണ്ടിന് കൂട്ടി വന്നാലും സ്ലോലി ഔട്ട്പുട്ടിന് ഒരു ചേഞ്ചും കാണില്ല. until a certain increment is exceeded. ഇൻപുട്ടിൽ ഒരു പ്രത്യേക ഒരു ഇൻപുട്ട് കഴിയുമ്പോൾ മാത്രമേ ഒരു എക്സീഡ് ചെയ്യുമ്പോൾ മാത്രമേ ഔട്ട്പുട്ടിൽ നമുക്കൊരു ചേഞ്ച് കാണാൻ പറ്റൂ. ദിസ് ഇൻക്രിമെൻറ്റ് ഈസ് കോൾഡ് റെസൊല്യൂഷൻ. ആ ഇൻപുട്ടിലുള്ള ആ ഇൻക്രിമെൻറ്റിനാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓർ ഡിസ്ക്രിമിനേഷൻ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ദസ് ഇൻക്രിമെൻറ്റ് ഇൻ ഇൻപുട്ട് ക്വാണ്ടിറ്റി ബീങ് മെഷേർഡ്. ഇൻപുട്ട് ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നത്, അതിൻ്റെ ഇൻക്രിമെൻറ്റ് വിച്ച് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വിത്ത് certainty by an instrument is its resolution or discrimination. എന്തോരം ആ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം അതാണ്. സോ റെസൊല്യൂഷൻ ഡിഫൈൻസ് എ സ്മോളസ്റ്റ് മെഷറബിൾ ഇൻപുട്ട് ചേഞ്ച്. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്മോളസ്റ്റ് മെഷറബിൾ ഇൻപുട്ട് ചേഞ്ചാണ് റെസൊല്യൂഷൻ. അടുത്ത എന്താണ്, പ്രിസിഷൻ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് ദ മെഷർമെൻറ്റ്. നമ്മൾ ഒരു സർക്യൂട്ടിൽ ഒരേ സെറ്റിങ്സിൽ വെച്ച് തന്നെ പല റീഡിങ് എടുക്കുമ്പോൾ പല വാല്യൂസ് നമുക്ക് കിട്ടാം. ഫോർ എക്സാമ്പിൾ ഒരു സർക്യൂട്ടിൽ 10 ആംപിയർ ആണ്, നമ്മളത് ഒരേ മീറ്റർ വെച്ച് തന്നെ പല തവണ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. മെഷർമെൻറ്റ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും 10.1 വരാം, 10.2 വരാം, 9.8 വരാം, 9.9 വരാം. ഇത് ഇപ്പോൾ എന്താണ്, ഈ വാല്യൂസ് എല്ലാം ഈ 10നോട് ക്ലോസ് ആണ്. അപ്പോൾ അതെന്താണ്, പ്രിസൈസ് ആണ്. വേണമെങ്കിൽ നമുക്ക് റീഡിങ് എടുക്കുമ്പോൾ ഇങ്ങനെ വരാം. 10 ആംപിയർ മെഷർ ചെയ്യണമെങ്കിൽ ആ സമയത്ത് 9 വരാം, 11 വരാം, ചിലപ്പോൾ 10 വരും, ചിലപ്പോൾ എന്താകും 8 ആകും. അപ്പോൾ ഇത് പ്രിസൈസ് ആണോ? അല്ല, പ്രിസൈസ് അല്ല. റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നില്ല. ഇനി വേറൊരു എക്സാമ്പിളാണ്. 10 ആംപിയർ ആണ് മെഷർ ചെയ്യേണ്ടത്, പക്ഷെ നമുക്ക് കിട്ടുന്നത് 5 ആംപിയർ ആണ്. പക്ഷെ റിപ്പീറ്റ് ചെയ്യാണ്, എപ്പോഴും നമുക്ക് 5 തന്നെ കിട്ടുക. 10 ആണ് ഉള്ളത് ആ സർക്യൂട്ടിൽ. അപ്പോൾ കാണിക്കുന്നത് അക്യുറേറ്റ് അല്ല, പക്ഷെ പ്രിസൈസ് ആണ്. റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെയിം റീഡിങ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് പ്രിസൈസ് ആണ്. കൺസിഡർ ദ മെഷർമെൻറ്റ് ഓഫ് എ നോൺ വോൾട്ടേജ് 100 volt with a meter and 5 readings are taken and the indicated values are, ഇതാണ് ആ 5 വാല്യൂസ് കിട്ടിയത്. 100 ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്, പക്ഷേ 104 100 ഒറ്റ തവണയില്ല, പക്ഷേ 103 മുതൽ 105 വരെ വേരി ചെയ്യുന്നുണ്ട്. ഫ്രം ദിസ് വാല്യൂ ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് കനോട്ട് ബി ഡിപ്പെൻഡ് ഓൺ ഫോർ ആൻ അക്യുറസി ബെറ്റർ ദാൻ 5%. അപ്പോൾ അക്യുറസി എന്താണ്, ട്രൂ വാല്യൂ ബൈ മെഷേർഡ് വാല്യൂൻ്റെ പെർസെൻറ്റേജ് അല്ലേ. അപ്പോൾ ആക്ച്വൽ വാല്യൂ 100 ആണ്. നമ്മൾക്ക് കിട്ടിയ വാല്യൂ 105 വരെ വന്നിട്ടുണ്ട്. ബൈ 100 ഇൻറ്റു 100 പെർസെൻറ്റേജ് എത്ര വന്നു, ±5% വരെ വരുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% വരെ വരുന്നുണ്ട്. 5 വോൾട്ടാണ് ഇവിടെ ചേഞ്ച് വന്നിരിക്കുന്നത്. വൈൽ പ്രിസിഷൻ ഈസ് ±1%. കാരണം എന്താ, ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ചേഞ്ച് 1% വരുന്നുള്ളൂ. ഒരു 1 വോൾട്ടിൻ്റെ ഡിഫറൻസേ വരുന്നുള്ളൂ. സിൻസ് ദ മാക്സിമം ഡീവിയേഷൻ ഫ്രം ദ മീൻ റീഡിങ്, ഇതിൻ്റെ ഈ 5 റീഡിങ്ങിൻ്റെ മീൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 104 ആണ്. ആ 104ൽ നിന്ന് ബാക്കി എല്ലാ റീഡിങ്ങിൽ നിന്നുള്ള ചേഞ്ച് എടുക്കുമ്പോൾ ±1% ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രിസിഷൻ 1% ആണെന്ന് പറയുന്നത്. പ്ലസ് വി ഫൈൻഡ് ദാറ്റ് ദി ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി കാലിബ്രേറ്റഡ് സോ ദാറ്റ് ഇറ്റ് കുഡ് ബി യൂസ്ഡ് ടു റീഡ് ±1 volt independently. This example illustrates that the accuracy can be improved upon
ബട്ട് നോട്ട് ദ പ്രിസിഷൻ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ബൈ കാലിബ്രേഷൻ. പ്രിസിഷൻ നമുക്ക് കാലിബ്രേഷനിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതല്ല. അനദർ പോയിന്റ് വിച്ച് ഈസ് എവിഡൻറ്റ് ഫ്രം ദ എബോവ് ഈസ് ദാറ്റ് although the readings are close together, they have a small scatter or dispersion. അല്ലേ, എല്ലാം തമ്മിൽ 1 വോൾട്ടിൻ്റെ ഇടയിലും അതൊരു ഡിസ്പെർഷനിലായിട്ട് ഒരു സ്കാറ്റർ ആയിട്ടാണ് കിടക്കുന്നത്. ആൻഡ് ദസ് ഹാവ് എ ഹൈ ഡിഗ്രി ഓഫ് പ്രിസിഷൻ ആൻഡ് ദ റിസൾട്ട് ആർ ഫാർ ഫ്രം accurate. The precision of an instrument is usually dependent upon many factors and requires many sophisticated techniques of analysis. അപ്പോൾ എന്താണ്, ഇതിനെ പ്രിസൈസ് ആക്കാൻ വേണ്ടി ഒരുപാട് മെത്തേഡ്സ് നോക്കണം. ഇതിനൊരു ഡ്രോയിങ് കൂടിയുണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഇത്ര എഴുതിയില്ലെങ്കിലും ഈ ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് ആ ഒരു ഡ്രോയിങ് വരക്കണം. ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതാണ് നമുക്ക് ആക്ച്വലി മെഷർ ചെയ്യേണ്ട വാല്യൂ. ഫോർ എക്സാമ്പിൾ ഞാൻ 10 എന്ന് എടുക്കുകയാണ്. അപ്പം ഞാൻ റിപ്പീറ്റായിട്ട് മെഷർമെൻ്റ് എടുക്കുന്നതാണ് ഈ ഡോട്ട്. ഫസ്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതെന്താണ്, പ്രിസൈസ് ആണ്. എല്ലാം അവിടെ തന്നെ ക്ലസ്റ്റർ ആയിട്ട് കിടപ്പുണ്ടോ, പ്രിസൈസ് ആണ്. പക്ഷെ അക്യുറേറ്റ് ആണോ, അക്യുറേറ്റ് അല്ല. ഇതോ അക്യുറേറ്റും ആണ് പ്രിസൈസും ആണ്. കാരണം 10 ആംപിയർ ആണ്. 10 ആംപിയറിൻ്റെ അടുത്ത് തന്നെ എല്ലാ റീഡിങ്ങും വരുന്നുണ്ട്. അപ്പോൾ അക്യുറേറ്റ് ആണ്, പ്രിസൈസും ആണ്. ഇനി ഇത് അക്യുറേറ്റ് ആണോ, അക്യുറേറ്റ് അല്ല. 10 ആംപിയർ ആണ് മെഷർ ചെയ്യണം. അവിടെ റീഡിംഗ് ഒന്നും വരുന്നില്ല, ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. ഇത് അക്യുറേറ്റ് ആണോ, അക്യുറേറ്റ് അല്ല. പ്രിസൈസ് ആണോ, പ്രിസൈസും അല്ല. നോട്ട് അക്യുറേറ്റ് ആൻഡ് നോട്ട് പ്രിസൈസ്. അപ്പം അക്യുറസിയും പ്രിസിഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു മീറ്റർ അക്യുറേറ്റ് ആണെങ്കിൽ അത് പ്രിസൈസ് ആവുന്നില്ല, പ്രിസൈസ് ആണെങ്കിൽ അത് അക്യുറേറ്റ് ആവുന്നില്ല. ഇതിപ്പം നോട്ട് അക്യുറേറ്റ് ആൻഡ് പ്രിസൈസ്. ഇതേ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയാണെങ്കിലോ പ്രിസൈസ് ബട്ട് നോട്ട് അക്യുറേറ്റ്, അങ്ങനെ വെക്കാം. അപ്പോൾ ആ ഒരു 4 ഡ്രോയിങ് വരക്കുക. അതാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെൻറ്റ്? മെഷർമെൻറ്റ്സിൽ ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ്? ഇതും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എല്ലാ പോയിൻറ്റും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ആദ്യത്തെ സ്റ്റാൻഡേർഡാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ എന്തായിരിക്കും? ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആർ ഡിഫൈൻഡ് ഓൺ ദ ബേസ് ഓഫ് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്. ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് ആ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുന്നത്. ദേ റെപ്രസെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് വിച്ച് ആർ ക്ലോസസ്റ്റ് ടു ദ പോസിബിൾ അക്യുറസി അറ്റൈനബിൾ വിത്ത് ദ പ്രസൻറ്റ് ഡേ ടെക്നോളജിക്കൽ ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്. നമുക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും നല്ല മെത്തേഡ്സിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് മെഷർമെൻറ്റ് എടുക്കുന്ന ഏത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുന്നത്. ഇൻ്റർനാഷണൽ standards are checked and evaluated regularly against absolute measurements in terms of the fundamental units. Absolute measurements in terms of regular ആയിട്ട് ചെക്കപ്പ് നടത്തുന്നുണ്ട്. The international standards are maintained at the International Bureau of Weights. ഇത് ഓർത്ത് വെക്കുക, International Bureau of Weights and Measures. International Bureau of Weights and Measures and are not available to the ordinary user. നമ്മൾ ഓർഡിനറി യൂസറിന് ആ സ്റ്റാൻഡേർഡ്സ് അവൈലബിൾ അല്ല. ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ദ പർപ്പസ് ഓഫ് കാലിബ്രേഷൻ ഓർ കമ്പാരിസൺ. നമുക്ക് ഒരു കാലിബ്രേഷന് വേണ്ടിയോ കമ്പാരിസണോ വേണ്ടിയോ ഒന്നും ഈ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അവൈലബിൾ അല്ല. അടുത്ത എന്താണ്? പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആർ അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡ്സ് ഓഫ് സച്ച് ഹൈ അക്യുറസി that they can be used as the ultimate reference standard. ഇതാണ് എല്ലാവരും യൂസ് ചെയ്യുന്ന അൾട്ടിമേറ്റ് റെഫറൻസ് സ്റ്റാൻഡേർഡ്. ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ മെയിൻറ്റെയിൻഡ് ബൈ നാഷണൽ സ്റ്റാൻഡേർഡ് ലാബോറട്ടറീസ്. നമ്മുടെ ഓരോ നേഷനിലും സെറ്റ് ചെയ്യുന്നതാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഓരോ വേൾഡിലെ ഓരോ കൺട്രിയിലും ഓരോ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി സ്റ്റാൻഡേർഡ്സ് വിച്ച് റെപ്രസെൻറ്റ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് സം ഡിറൈവ്ഡ് electrical and mechanical units are independently calibrated by absolute measurements at each of the national laboratories. നേരത്തെ പോലെ തന്നെ ഇതും അബ്സല്യൂട്ട് മെഷർമെൻറ്റ്സ് വെച്ചിട്ട് തന്നെ കാലിബ്രേറ്റ് ചെയ്ത് വെക്കുകയാണ്, പക്ഷേ നാഷണൽ ലബോറട്ടറീസിലാണ് അതുള്ളത്. These results of these measurements are compared against each other, leading to a world average. ഇത് പല നേഷൻസിൻ്റെ കമ്പയർ ചെയ്തിട്ടാണ് വേൾഡ് ആവറേജ് നമുക്ക് കിട്ടുന്നത്. വേൾഡ് ആവറേജ് ഫിഗർ ഫോർ ദ പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് അവൈലബിൾ ഫോർ യൂസ് ഔട്ട്സൈഡ് ദ നാഷണൽ ലബോറട്ടറീസ്. ആ നേഷൻ്റെ പുറത്ത് അത് അവൈലബിൾ അല്ല. വൺ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ പ്രൈമറി സ്റ്റാൻഡേർഡ് ഇസ് ദ വെരിഫിക്കേഷൻ ആൻഡ് കാലിബ്രേഷൻ ഓഫ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്. എന്തിനാണ് ഈ പ്രൈമറി സ്റ്റാൻഡേർഡ്സ്? സെക്കൻഡറി സ്റ്റാൻഡേർഡ്സിൻ്റെ കാലിബ്രേഷനും വെരിഫിക്കേഷനും വേണ്ടിയാണ്. ദ പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആർ ഫ്യൂ ഇൻ നമ്പർ.
They must have highest possible accuracy. Also, these standards must have highest stability. That is, their value should be very as small as possible over long period of time, even if there are environmental and other changes. എന്ത് ചേഞ്ചസ് വന്നാലും ഈ പ്രൈമറി സ്റ്റാൻഡേർഡ്സിന് ചേഞ്ച് വരാതിരിക്കുക. കാരണം അത് ബേസ് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റാൻഡേർഡ്സിലേക്ക് പോകുന്നത്. ഏതാണ്? സെക്കൻഡറി സ്റ്റാൻഡേർഡ്സിലേക്ക്. നമുക്ക് നോക്കാം സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്. Secondary standards are the basic reference standards in industrial measurement laboratories. നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ വേണ്ട മെഷർമെൻറ്റ് ലബോറട്ടറീസിനുള്ള റെഫറൻസ് ആണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മെയിൻ്റെനൻസ് ആൻഡ് കാലിബ്രേഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ്സ് ലൈസ് വിത്ത് ദ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഇൻവോൾവ്. ഏത് ഇൻഡസ്ട്രി ആണോ ആ ഇൻഡസ്ട്രിയിലായിരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാകും. ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ ചെക്ക്ഡ് ലോക്കലി അഗൻസ്റ്റ് റെഫറൻസ് സ്റ്റാൻഡേർഡ്സ് അവൈലബിൾ ഇൻ ദ ഏരിയ. അവിടെയുള്ള ലോക്കൽ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി സെൻഡ് പീരിയോഡിക്കലി ടു ദ നാഷണൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറീസ് ഫോർ ഇത് ഈ ഇൻഡസ്ട്രിയിലുള്ളത് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യും? നാഷണൽ ലബോറട്ടറീസിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യും. The secondary standards are sent back to the industry by the national laboratories with a certification as regard their measured values in terms of primary standards. നാഷണൽ ലബോറട്ടറി എന്ത് ചെയ്യും? പ്രൈമറി സ്റ്റാൻഡേർഡ്സുമായിട്ടുള്ള രീതിയിൽ കമ്പയർ ചെയ്തിട്ടായിരിക്കും റിട്ടേൺ നമുക്ക് കിട്ടുന്നത്, സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അടുത്തതാണ് വർക്കിംഗ് സ്റ്റാൻഡേർഡ്. വർക്കിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ടൂളാണ് മെഷർമെൻറ്റ് ലബോറട്ടറിയിൽ. ഇതെന്താണ്? ജനറൽ ലബോറട്ടറി ഇൻസ്ട്രുമെൻസിലൊക്കെ ഉള്ള കാലിബ്രേഷന് വേണ്ടിയുള്ളതാണ്. ഫോർ ദ അക്യുറസി ആൻഡ് പെർഫോമൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചറർ ഓഫ് പ്രിസിഷൻ റെസിസ്റ്റൻസ് മേ യൂസ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വിച്ച് മേ ബി വർക്കിംഗ് സ്റ്റാൻഡേർഡ് ഇൻ ദ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ചെക്കിംഗ് ദ വാല്യൂസ് ഓഫ് റെസിസ്റ്റേഴ്സ് ദാറ്റ് ആർ ബീയിങ് മാനുഫാക്ചർഡ്. ഒരു മാനുഫാക്ചറർ ഒരു റെസിസ്റ്റർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ വർക്കിംഗ് സ്റ്റാൻഡേർഡ് വെച്ചായിരിക്കും ചെക്ക് ചെയ്യുന്നത്. ദിസ് വേ ഹി വെരിഫൈസ് ദാറ്റ് ദിസ് മെഷർമെൻറ്റ് സെറ്റപ്പ് പെർഫോമൻസ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് അക്യുറസി ദാറ്റ് ആർ സ്പെസിഫൈഡ്. ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വാല്യൂ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് വെച്ചായിരിക്കും നോക്കുന്നത്. അപ്പോൾ 4 എണ്ണമാണുള്ളത്. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയില്ല, ജസ്റ്റ് എവിടെയാണ് കമ്പയർ ചെയ്യുന്നത് എന്താണ് അങ്ങനെ മാത്രം എഴുതിയാൽ മതി. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. 3 മാർക്സിൻ്റെ ആണ്. അപ്പം ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ 11th ക്വസ്റ്റ്യൻ ആണ്. 11th ക്വസ്റ്റ്യനിൽ 2 പാർട്ടുണ്ട്. 2 പാർട്ടിനും 7 മാർക്സ് ആണ്. Explain with neat diagram the construction and principle of operation of a PMMC instruments, permanent magnet moving coil instrument. Derive the expression for deflection. Derive the expression for deflection for spring controlled attraction type moving iron instruments. Also explain the damping provided in MI instrument. ഇതാണ് 2 ക്വസ്റ്റ്യൻ. അപ്പം PMMCയുടെ കൺസ്ട്രക്ഷനും പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനും. പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്, പേരിൽ തന്നെ ഉള്ള പോലെ അതിലൊരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഇസ് ദ മോസ്റ്റ് അക്യുറേറ്റ് ടൈപ്പ് ഫോർ ഏത് മെഷർമെൻറ്റിനാണ്? DC മെഷർമെൻറ്റിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. The working principle of this instrument is same as that of D'Arsonval type galvanometer. The difference being that a direct reading instrument is provided with a pointer and scale. D'Arsonval galvanometer അതേ പ്രിൻസിപ്പിൾ തന്നെ യൂസ് ചെയ്തിട്ട് ഒരു പോയിന്റർ ആൻഡ് സ്കെയിൽ വെച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കുന്നു എന്നുള്ള ചേഞ്ച് മാത്രമേ PMMCക്ക് ഉള്ളൂ. കൺസ്ട്രക്ഷൻ എന്താണ്? ഫസ്റ്റ് വൺ മൂവിങ് കോയിലുണ്ട്. പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിലാണ്. അപ്പം മൂവിങ് കോയിലുണ്ട്. മൂവിങ് കോയിൽ എന്ന എങ്ങനെയാണ്? ഇറ്റ് ഈസ് വൗണ്ട് വിത്ത് മെനി ടേൺസ്. ഒരു ഇനാമൽഡ് അല്ലെ സിൽക്ക് കവേർഡ് കോപ്പർ വയറാണ് അതിൻ്റെ അകത്തെ മൂവിങ് കോയിൽ. കോയിൽ എങ്ങനെയാണ്? ഒരു റെക്റ്റാങ്കുലർ അലൂമിനിയം ഫോർമറിൽ മൗണ്ടഡ് ആണ്. ആൻഡ് ഈസ് പിവോട്ടഡ് ഓൺ ജുവൽഡ് ബിയറിങ്സ്. ദ കോയിൽ മൂവ്സ് ഫ്രീലി ഇൻ ദ ഫീൽഡ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്. പെർമനൻറ്റ് മാഗ്നറ്റിൽ ഫ്രീലി ആ മൂവിങ് കോയിലിന് മൂവ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് വോൾട്ടിമീറ്റർ കോയിൽസ് ആർ വൗണ്ട് ഓൺ മെറ്റൽ ഫ്രെയിംസ്. വോൾട്ടിമീറ്റർ കോയിൽസ് എല്ലാം മെറ്റൽ ഫ്രെയിംസിലാണ് വൗണ്ട് ചെയ്യുന്നത്. എന്തിനാണ് മെറ്റൽ ഫ്രെയിമിൽ വൗണ്ട് ചെയ്യണേ? ടു പ്രൊവൈഡ് ദാറ്റ് റിക്വയർഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്. എന്ത് ഡാമ്പിംഗ് ആണ് PMMCയിലുള്ളത്? എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ് ആണ്. Most ammeter coils, however, wound on a non-magnetic formers because coil turns are effectively shorted by the ammeter shunt. The coil itself therefore provide electromagnetic. ആ കോയിൽ തന്നെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്? അമ്മീറ്റർ കോയിൽസ് നമ്മൾ എന്ത് ചെയ്യും?
നോൺ മാഗ്നറ്റിക് ഫോർമറിലാണെങ്കിൽ വോൾട്ട്മീറ്റർ കോയിൽസ് എങ്ങനെയാണ്, ഒരു മാഗ്നറ്റിക് ഫോർമറിലാണ്, മെറ്റൽ ഫ്രെയിംസിലാണ് അത് വൗണ്ട് ചെയ്യുന്നത്. അടുത്ത മാഗ്നറ്റ് സിസ്റ്റം. ദർ ഹാസ് ബീൻ കൺസിഡറബിൾ ഡെവലപ്മെൻറ്റ് ഇൻ മെറ്റീരിയൽസ് ഫോർ പെർമനൻറ്റ് മാഗ്നറ്റ്. ദർഫോർ മാഗ്നറ്റ് ഏതൊക്കെയാണ്? ആൽക്കോമാക്സും ആൽനിക്കോയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ്. യു ഷേപ്ഡ് പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്, ഹാവിങ് സോഫ്റ്റ് അയൺ പോൾ പീസസ് ഉണ്ട്. പക്ഷേ ആൽക്കോമാക്സിൻ്റെ ആൽനിക്കോയുടെ പ്രത്യേകത എന്താണ്? അത് പെർമനൻറ്റ് മാഗ്നറ്റ് ആയതുകൊണ്ട് ഹൈ കോയേഴ്സീവ് ഫോഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു യൂസ് സ്മോളർ മാഗ്നറ്റ് ലെങ്ത്സ് ആൻഡ് ഹൈ ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി, PMMCയുടെ ഫ്ലക്സ് ഡെൻസിറ്റി 0.1 വെബർ പെർ മീറ്റർ സ്ക്വയർ തൊട്ട് 1 വെബർ പെർ മീറ്റർ സ്ക്വയർ വരെ വേരി ചെയ്യാൻ പറ്റും. Thus in small instrument it is possible to use a small coil having small number of turns, hence reduction in the volume is achieved. ഈ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ബൈ ഏരിയ ആണ് അല്ലേ. അപ്പം ദസ് ഇൻ സ്മോൾ ഇൻസ്ട്രുമെൻറ്റ്സിൽ എങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് ടേൺസ് കുറച്ച് വോളിയം, ആ ഇതിൻ്റെ കോയിലിൻ്റെ വോളിയം കുറയ്ക്കുക. എങ്ങനെയാണ്? ഓൾറെഡി പെർമനൻറ്റ് മാഗ്നറ്റ് നല്ലൊരു എമൗണ്ട് ഓഫ് ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ്ലി ഇൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവിങ് ലാർജ് സ്കെയിൽ ലെങ്ത് ഇറ്റ് ഇസ് പോസിബിൾ ടു ഇൻക്രീസ് ദ എയർ ഗ്യാപ്പ് ലെങ്ത് ടു അക്കോമഡേറ്റ് ലാർജ്. നമുക്ക് നമ്പർ ഓഫ് ടേൺസ് കൂട്ടണമെങ്കിൽ എയർ ഗ്യാപ്പ് ലെങ്ത് കൂട്ടിയാലും മതി. ദ മൂവിങ് കോയിൽ മൂവ്സ് ഓവർ ദ മാഗ്നറ്റ്. The active sides of the moving coils are located in uniform radial field between the pole pieces and steel yoke. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്, നോർത്ത് പോള് സൗത്ത് പോള്. ഇതാണ് മൂവിങ് കോയിൽ. ഇത് പോൾ ഷൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ആണ് യോക്ക്, നേരത്തെ പറഞ്ഞ യോക്ക്. ഇതാണ് കോയിൽ. ഈ മൂവിങ് കോയിലാണ് നമ്മൾ പോയിൻ്റർ അറ്റാച്ച് ചെയ്തിട്ട് പോയിൻ്റർ ആൻഡ് സ്കെയിലിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് മൂവിങ് കോയിൽ. കൺട്രോൾ എന്താണ്? When the control between two jewel bearings, the control torque is provided by 2 Phosphor bronze hair springs. ഇത് പോയിൻ്റർ കൺട്രോൾ ചെയ്യണത് എങ്ങനെ വെച്ചിട്ടാണ്? ഒരു സ്പ്രിങ് യൂസ് ചെയ്തിട്ടാണ്. ദിസ് സ്പ്രിങ് ഓൾസോ സെർവ് ടു ലീഡ് കറണ്ട് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ കോയിൽ. ഈ കോയിലിലേക്ക്, മൂവിങ് കോയിലിലേക്ക് കറണ്ട് ഇന്നും ഔട്ടും ചെയ്യാനും അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദ കൺട്രോൾ ടോർക്ക് ഇസ് പ്രൊവൈഡ് ബൈ റിബൺ സസ്പെൻഷൻ. പിന്നെ ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡി കറണ്ട് ഡാമ്പിംഗ് ആണ്. ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ പെർമനൻറ്റ് മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഡാമ്പിംഗ് ടോർക്ക് ഇസ് പ്രൊവൈഡ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് അലൂമിനിയം ഫോർമർ മൂവിങ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി പോയിൻ്റർ ആൻഡ് സ്കെയിൽ എന്താണ്? ഇതിൻ്റെ യൂണിഫോം സ്കെയിലായിരിക്കും. എന്തുകൊണ്ടാണ് യൂണിഫോം സ്കെയിൽ വരുന്നതെന്ന് നമുക്കെങ്ങനെ നോക്കാം? ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാം. പാരലാക്സ് എറർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ അടിയിലൊരു മിറർ പ്രൊവൈഡ് ചെയ്യും. പാരലാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് പോയിൻ്റർ ആൻഡ് സ്കെയിലെങ്കിൽ നേരെ പെർപെൻഡിക്കുലർ, പോയിൻ്ററിൻ്റെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് റീഡിങ്, ഇപ്പോൾ 50 ആംപിയർ ആണെങ്കിൽ 50 തന്നെ റീഡ് ചെയ്യാം. അതേസമയം ഒരു സൈഡ് വ്യൂവിൽ നിന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെയോ ആയിരിക്കും. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ആയിരിക്കും പോയിൻ്റർ, ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ പോയിൻ്റർ തന്നെ ഇവിടെ ആയിരിക്കും നമുക്ക് റീഡിങ് കിട്ടുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു മിറർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പാരലാക്സ് എറർ. പിന്നെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇതാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ. എ എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ദ കോയിൽ, ബി ഫ്ലക്സ് ഡെൻസിറ്റി, ഐ കറൻറ്റ്, എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ്. ഇതിൽ ഈ ഏരിയക്കാണ് നമ്മൾ D/L എന്ന് ആക്കിയിരിക്കുന്നത്. കാരണം എന്താ? വിഡ്ത്ത് ഇൻറ്റു ലെങ്ത് എന്നുള്ള രീതിയിൽ ആക്കിയിരിക്കുകയാണ്. അപ്പം എന്തായി? എ ഫ്ലക്സ് ഉണ്ട്, ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ട്, കറണ്ട് ഐ ഉണ്ട്, N ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഐ ഒഴിച്ച്, കറണ്ട് ഐ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, കോൺസ്റ്റൻറ്റ് ജി ആയിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ G/I ആക്കാം. ഇനി ജി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി സ്പ്രിംഗ് കൺട്രോളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പ്രിംഗ് കൺട്രോളിൻ്റെ TC = KTT ആണ്. സോ TD = TC ആണ് അണ്ടർ ബാലൻസ് കണ്ടീഷൻ അല്ലേ. അപ്പോൾ എന്താ? GI = KT വരും. അപ്പോൾ എന്താ? കറണ്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണലാണ്? തീറ്റയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അതുകൊണ്ടാണ് ഇതൊരു യൂണിഫോം സ്കെയിലാണെന്ന് പറയുന്നത്. അടുത്തതോ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഡിഫ്ലക്ഷൻ ഫോർ സ്പ്രിംഗ് കൺട്രോൾഡ് അട്രാക്ഷൻ ടൈപ്പ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. ഓൾസോ എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് പ്രൊവൈഡഡ് ഇൻ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, അതും അട്രാക്ഷൻ ടൈപ്പ്. MI ഇൻസ്ട്രുമെൻറ്റ്സ്, MI ആണ് കേട്ടോ. The most common ammeters and voltmeters for laboratory or switchboard use at power frequencies are moving
മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് എ സിയിലും ഡി സിയിലും യൂസ് ചെയ്യാം. ദിസ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ടു മെഷർ current and voltage to accuracy needed in most engineering works and still cheap as compared with the other type of AC measurement of same accuracy and correctness. ഇതിൻ്റെ ഒരു തിയറി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ സ്വന്തം സെൻസിൽ മൂവിങ് അയണിനെ കുറിച്ച് എഴുതിയാലും മതി. ഇനി ടോർക്ക് ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എക്സ്പ്രഷൻ ഫോർ ഡിഫ്ലക്ഷൻ ഫോർ സ്പ്രിംഗ് കൺട്രോൾഡ്. അപ്പം ടോർക്ക് ഇക്വേഷൻ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എങ്ങനെയാണെന്നാണ്. അപ്പം an expression for the torque of a moving iron instrument may be derived by considering energy relation. എനർജി റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷനിലേക്ക് പോകുന്നത്. ഇവിടെ സ്മോൾ ഇൻക്രിമെൻ്റ് ഇൻ കറണ്ട് സപ്ലൈഡ്, ഇപ്പം നമ്മൾ പറയുന്ന ആദ്യം മെക്കാനിക്കൽ വർക്ക് ഡൺ ആണ്. മെക്കാനിക്കൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഡി ആണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഒരു ഇൻസ്ട്രുമെൻറ്റ് ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള ടോർക്ക് ടി ഡി ആണ്. ആ ടി ഡി കാരണം ഒരു ഡി തീറ്റയാണ് ഡിഫ്ലക്ഷൻ വരുന്നതെങ്കിൽ അതിൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് ഇസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് എന്താണ്, ടോർക്ക്. ഡിസ്റ്റൻസ് എന്താണ്, ഡി തീറ്റ ആണ് മൂവ് ചെയ്ത്. അപ്പം മെക്കാനിക്കൽ വർക്ക് ഡണ്ടെ ഇക്വേഷൻ കിട്ടി. Alongside there will be a change in energy stored in magnetic field owing to the change in inductance. Suppose നമ്മൾ ഇനിഷ്യൽ കറണ്ട് ഐയും ഇനിഷ്യൽ ഇൻഡക്റ്റൻസ് എല്ലും ഇനിഷ്യൽ ഡിഫ്ലക്ഷൻ തീറ്റ ആണെങ്കിൽ കറണ്ട് ഒരു ഡി ഐ ഇൻക്രീസ് ചെയ്യുകയാണ്. ആ ഡി ഐ ഇൻക്രീസ് ചെയ്യണതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഡി തീറ്റ ഡിഫ്ലക്ഷൻ വരുന്നു. ഇൻഡക്റ്റൻസ് ഡി എൽ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു ഇ എം എഫ് ഉണ്ടാകും. ഇ ഇസ് ഇക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, എല്ല് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിലാണ്. ഇവിടെ എങ്ങനെയാണ്, എല്ലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ്, ഐ ഡി എൽ ബൈ ഡി ടിയും കൂടി വരും. ഇങ്ങനെ ഓർത്താൽ മതി. ഇ ഇസ് ഇക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എൽ ഐ. അപ്പം എന്ത് ചെയ്യും, ഓരോന്നും കോൺസ്റ്റൻ്റ് ആക്കുക അല്ലേ, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ, പാർഷ്യൽ ഡിഫറൻസിയേഷനിൽ. അപ്പം ഐ എടുത്തു കഴിഞ്ഞാൽ ഡി എൽ ബൈ ഡി തീറ്റ, എല്ലാം എടുത്തു കഴിയുമ്പോൾ ഡി ഐ ബൈ ഡി ടി, ഡി തീറ്റ അല്ല ഡി ടി. ഇനി എനർജി സപ്ലൈഡ്, എനർജി എന്താ, എനർജിയുടെ ഇക്വേഷൻ എന്താ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് എനർജി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഇൻ്റെ കൂടെ ഐ ഡി ടി മൾട്ടിപ്ലൈ ചെയ്യണം. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈമാണ് എനർജി. അപ്പോൾ എന്താ, ഡി ടി ഇവിടെ എല്ലായിടത്തും ക്യാൻസലായി. ഐ സ്ക്വയർ ഡി എൽ പ്ലസ് എൽ ഐ ഡി ഐ. അപ്പോൾ ടോട്ടൽ എനർജി സപ്ലൈഡ് കിട്ടി. ഈ ടോട്ടൽ എനർജി സപ്ലൈഡ് നമുക്ക് എങ്ങനെയായിരിക്കും ചേഞ്ച് ആവുന്നത്, ദ സ്റ്റോർഡ് എനർജി ആയിട്ടും പിന്നെ അപ്പോൾ അതിൽ എന്തോരം സ്റ്റോർ ചെയ്തു എന്ന് നമുക്ക് നോക്കണം. ഹാഫ് എൽ ഐ സ്ക്വയർ ആണ് ആദ്യം ഉള്ളത് അല്ലേ, ഹാഫ് എൽ ഐ സ്ക്വയർ ആണ് ആദ്യം ഉള്ളത്. പിന്നെ എങ്ങനെയാകുന്നത്, ഹാഫ് ഐ പ്ലസ് ഡി ഐയും എൽ പ്ലസ് ഡി എല്ലും ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കണം. അതിൻ്റെ ഡിഫറൻസ് എങ്ങനെ എടുക്കാം, ഹാഫ് എൽ ഐ സ്ക്വയർ ആണ് എല്ല്, എന്താ സംഭവിക്കുന്നത്, സ്റ്റോർഡ് എനർജിയുടെ ചേഞ്ച് ആണ് അല്ലേ. ആദ്യമേ ഉണ്ടായിരുന്നത് ഇതായിരുന്നു, പിന്നെ ഡി എൽ ചേഞ്ച് ചെയ്യും, ഡി ഐ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടുള്ള എനർജി. അപ്പം എന്താണ്, ഐ സ്ക്വയർ പ്ലസ് 2i ഡി ഐ. പിന്നെ ഡി ഐ സ്ക്വയർ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം, കാരണം എന്താ, അതൊരു ഡി ഐ തന്നെ ചെറുതാണ്. അപ്പോൾ ഡി ഐ സ്ക്വയർ ചെറുതായിരിക്കും, മൈനസ് ഹാഫ്. ഇനി ഇത് ഇലാബറേറ്റ് ചെയ്യണം അല്ലേ, ഹാഫ് കോമൺ ആയിട്ട് എടുക്കാം. എൽ ഐ സ്ക്വയർ ഈ ഡി എൽ ഡി ഐൻ്റെ ടേമും നമുക്ക് കട്ട് ചെയ്യാം, കാരണം എന്താ, ഡി എല്ലും ഡി ഐയും ചെറുതായത് കാരണം നമുക്കത് കട്ട് ചെയ്യാം. ഈ എൽ ഐ സ്ക്വയർ ആണിത്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. പിന്നെ എന്താ ഉള്ളത്, എൽ ഐ ഡി ഐ ഉണ്ട് പ്ലസ് ഹാഫ് ഡി എൽ ഇൻറ്റു ഐ സ്ക്വയർ. എൽ ഐ ഡി ഐ പ്ലസ് ഹാഫ് ഐ സ്ക്വയർ ഇൻറ്റു ഡി എൽ. ഈ ഇക്വേഷനാണ് നമുക്ക് ഇത് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ ടേമാണ് ഇത്. അപ്പോൾ എന്താണ്, ചേഞ്ച് ഇൻ സ്റ്റോർഡ് എനർജിയാണ് ഇപ്പം നമുക്ക് കിട്ടിയത്. ചേഞ്ച് ഇൻ സ്റ്റോർഡ് എനർജി
ആ ഇൻക്രീസ് ഇൻ സ്റ്റോർഡ് എനർജിയുടെ കൂടെ പിന്നെ ആ മെക്കാനിക്കൽ വർക്ക് ഡണ്ണും കൂടി വേണം. ആ മെക്കാനിക്കൽ വർക്ക് ഡൺ എന്താ? TD + dθ. നമ്മൾ ആദ്യം എഴുതിയിരുന്നു വർക്ക് ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അത് ഈ 2 ടേമും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സപ്ലൈ ചെയ്ത എനർജി കിട്ടുന്നത്. സപ്ലൈ ചെയ്ത എനർജിയാണ് നമ്മളിവിടെ ഇത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടിയത്. സപ്ലൈ ചെയ്ത എങ്ങനെ കിട്ടുന്നത്? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം. ആ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പം എന്താ? I² dl + IL di. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഇവിടെ നമ്മളൊരു സപ്ലൈ കൊടുക്കുകയാണ് മൂവിങ് അയണിൽ. ആ സപ്ലൈ ചെയ്ത എനർജി കിട്ടണമെങ്കിൽ നമ്മൾ വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെ ടൈം എടുക്കുന്നു. അത് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ എന്താണ്? ഇൻക്രീസ് ഇൻ ദ സ്റ്റോർഡ് എനർജി. അതെന്ത് ചെയ്യണം? ഡിഫറൻസ് എടുക്കണം. അത് നമ്മൾ ഡിഫറൻസ് എടുത്ത് കഴിയുമ്പോൾ നമുക്കിത് കിട്ടി. പിന്നെ പ്ലസ് മെക്കാനിക്കൽ. ആ സപ്ലൈ ചെയ്തത് എങ്ങനെയാണ്? സ്റ്റോറും ചെയ്യും വർക്കും ചെയ്യും. ആ വർക്ക് ചെയ്ത് എങ്ങനെയാണ്? TD × dθ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് സോൾവ് ചെയ്യണം. IL di ഇത് നമുക്ക് കട്ട് ചെയ്യാം. I² dl ഹാഫ് I² dl. അപ്പം എന്തായി? ഹാഫ് I² dl ലെഫ്റ്റ് സൈഡിൽ വന്നു. റൈറ്റ് സൈഡിൽ എന്താ? TD × dθ. അപ്പം TD എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് I² dl/dθ. അപ്പം എന്തായി? ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഡാമ്പിംഗ് സിസ്റ്റം. അടുത്ത എങ്ങനെയാണ്? അട്രാക്ഷൻ ടൈപ്പ് മൂവിങ് അയണിൻ്റെ ഡാമ്പിംഗ് എന്താണെന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് ബി സച്ച് ദാറ്റ് മാഗ്നിറ്റ്യൂഡ് that the pointer quickly comes to final steady position without overshooting. Overshooting ഇല്ലാണ്ട് ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷനിൽ എങ്ങനെ എത്തും എന്നുള്ളതാണ് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഈസ് അണ്ടർ ഡാംഡ് ആണെങ്കിൽ എങ്ങനെയാണ്? മൂൺ സിസ്റ്റം ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷനിൽ എത്താനായിട്ട് വിത്ത് ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വിൽ ടേക്ക് സം ടൈം ബിഫോർ ഇറ്റ് കംസ് ടു റെസ്റ്റ്. ക്രിട്ടിക്കലി ഡാംഡ്, ഓവർ ഡാംഡ്, അണ്ടർ ഡാംഡ്. അൺഡാംഡ് ആണെങ്കിൽ ഇങ്ങനെ പോകും. ഇങ്ങനെ പോകുന്നതാണ് അണ്ടർ ഡാംഡ്. അപ്പം എൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷനിലെത്താൻ ടൈം എടുക്കും. എൻ്റെ മൂവിങ് സിസ്റ്റം മൂവ്സ് റാപ്പിഡ്ലി ബട്ട് സ്മൂത്ത്ലി ഇറ്റ് കംസ് ടു, അതിനാണ് ക്രിട്ടിക്കലി സ്മൂത്തായിട്ട് റാപ്പിഡായിട്ട് കറക്റ്റായിട്ട് ചെല്ലുകയാണ്. അതിനാണ് ക്രിട്ടിക്കലി ഡാംഡ് എന്ന് പറയുന്നത്. ഇഫ് ദ ഡാമ്പിംഗ് ടോർക്ക് ഇസ് മോർ ദാൻ ദ റിക്വയർഡ്, അതിനാണ് ഓവർ ഡാംഡ് എന്ന് പറയുന്നത്. ഓവർ ഡാംഡിൽ എന്താണ്? മൂവിങ് സിസ്റ്റം മൂവ് സ്ലോലി ടു ഇറ്റ്സ് ഫൈനൽ സ്റ്റഡി പൊസിഷൻ. കണ്ടോ? വളരെ സ്ലോലി ആയിരിക്കും നമുക്ക് ഫൈനലിലേക്ക് എത്തുന്നത്. ദ റീഡിങ് ആർ വെരി ടെഡിയസ് ടു ടേക്ക് ഇൻ ദിസ് കേസ്. റീഡിങ് എടുക്കാൻ വളരെ സ്ലോ ആണ്. ദ ഡാമ്പിംഗ് ഇസ് പ്രൊവൈഡഡ് ബൈ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലൈറ്റ് അലൂമിനിയം പിസ്റ്റൺ അറ്റാച്ച്ഡ് ടു ദ മൂവിംഗ് സിസ്റ്റം. ആ അലൂമിനിയം പിസ്റ്റൺ എങ്ങനെയാണ്? ഒരു ഫിക്സഡ് ചേംബറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വെയിൻ അതെന്ത് ചെയ്യും? ഒരു സെക്ടർ ഷേപ്പിൽ അത് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് അട്രാക്ഷൻ ടൈപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടോ? വൺ എൻഡിൽ ക്ലോസ് ആണ്. ഒരു പിസ്റ്റൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ എയറിൻ്റെ പ്രഷർ കാരണമാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അലൂമിനിയം പിസ്റ്റൺ വിച്ച് ഇസ് അറ്റാച്ച് ടു ദ മൂവിംഗ് സിസ്റ്റം. അലൂമിനിയം പിസ്റ്റൺ എന്തിലേക്കാണ്? മൂവിംഗ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ദ പിസ്റ്റൺ മൂവ്സ് ഇൻ എ ഫിക്സഡ് എയർ ചേംബർ. ഒരു ഫിക്സഡ് എയർ ചേംബറിൽ മൂവ് ചെയ്യുകയാണ് ഈ പിസ്റ്റൺ. വിച്ച് ഇസ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. ദ ക്ലിയറൻസ് ബിറ്റ്വീൻ പിസ്റ്റൺ, ഈ പിസ്റ്റണും ചേംബറും തമ്മിലുള്ള ഒരു ക്ലിയറൻസ് ഉണ്ടല്ലോ, അത് എങ്ങനെയായിരിക്കണം? യൂണിഫോം ആയിരിക്കണം. ഓരോരുത്തർ കൂടുതലും കുറവായിരിക്കരുത്. അത് യൂണിഫോം ആയിരിക്കണം. അത് മാത്രമല്ല അത് സ്മോളും ആയിരിക്കണം. ഒരുപാട് ലൂസാണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് ഡാമ്പിങ് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഡാമ്പിങ് ടൈറ്റും ആകും, ഓവർ ഡാംഡും ആകും. When there are oscillation, the piston moves into and out of an air chamber. And the piston moves into the chamber. Piston അകത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എയർ ഇൻസൈഡ് ഈ ഫോർ എക്സാമ്പിൾ പിസ്റ്റൺ ഇവിടെയാണെങ്കിൽ പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എയർ എന്താണ്? കംപ്രസ് ചെയ്യാണ്. ആ എയർ എന്ത് ചെയ്യും? ആ എയറിൻ്റെ പ്രഷർ എന്ത് ചെയ്യും? ഒപ്പോസസ് ദ മോഷൻ ഓഫ് ദ പിസ്റ്റൺ. ഈ പിസ്റ്റൻ്റെ ഈ മോഷനെ ഒപ്പോസ് ചെയ്യും. ഹെൻസ് ദ ഹോൾ മൂവിങ് സിസ്റ്റം. അങ്ങനെ മൊത്തം മൂവിങ് സിസ്റ്റത്തിന് അത് ഒപ്പോസ് ചെയ്യും ആ എയറിൻ്റെ പ്രഷർ. ദ പിസ്റ്റൺ മൂവ്സ് ഔട്ട് ഓഫ്, ഇങ്ങോട്ടേക്ക് പോകുമ്പോഴോ പിസ്റ്റൺ ദ പ്രഷർ ഇൻ ദ ഈ സ്പേസിലുള്ള പ്രഷർ ഫാൾ ചെയ്യും. അതുകൊണ്ട് പ്രഷർ ഇവിടുത്തെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്തിരിക്കും. ദസ് ദർ ഈസ് അഗെയിൻ ആൻ ഒപ്പോസിഷൻ ടു മോഷൻ. അങ്ങനെയാണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതും 14 മാർക്കാണ്. 8 മാർക്കും 6 മാർക്കുമാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 6 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ആണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറെൻറ്റ് ടോക്സ് നീഡഡ് ഫോർ പ്രോപ്പർ ഓപ്പറേഷൻ ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഡിഫറെൻറ്റ് ടോക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഡിഫ്ലക്റ്റിങ്, ഡാമ്പിങ് ആൻഡ് കൺട്രോളിങ്. ഓപ്പറേറ്റിംഗ് ഫോഴ്സസ് എന്തൊക്കെയാണ്? ഡിഫ്ലക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, ഡാമ്പിംഗ് ഉണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. ഡിഫ്ലക്റ്റീവ് ഫോഴ്സ്.
ദ ഡിഫ്ലക്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് ഫോഴ്സ് ഈസ് റിക്വയർഡ് ഫോർ മൂവിങ് ദ പോയിന്റ് ഫ്രം നമ്മുടെ പോയിന്റർ ആ 0 പൊസിഷനിൽ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ട അതിനെയാണ് എന്ത് പറയുന്നത്, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദ സിസ്റ്റം പ്രൊഡ്യൂസിങ് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ഈസ് കോൾഡ് ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം. ആ ഡിഫ്ലക്ഷൻ ഏത് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മൂവി സിസ്റ്റം എന്ന് പറയും. ദ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ഓഫ് എൻ ഇൻസ്ട്രുമെന്റ് കൺവേർട്ട്, എന്തിനാണ് കൺവേർട്ട് ചെയ്യുന്നത്, നമ്മുടെ കറണ്ടോ വോൾട്ടേജോ എന്താണോ അല്ലേ, കൺവേർട്ട് ദ ഇലക്ട്രിക്കൽ കറണ്ട് ഓർ പൊട്ടൻഷ്യൽ ഇൻ ടു മെക്കാനിക്കൽ ഫോഴ്സ് കോൾഡ് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. ദ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ദസ് ആക്ട് ആസ് എ പ്രൈം മൂവർ റെസ്പോൺസിബിൾ ഫോർ ദ ഡിഫ്ലക്ഷൻ ഓഫ് ആ പോയിന്ററിന്റെ മൂവ്മെന്റിന്റെ കാരണം എന്താണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. ഇനി കൺട്രോളിങ്. ദിസ് ഫോഴ്സ് ഇസ് റിക്വയർഡ് ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഇൻ ഓർഡർ ദാറ്റ് ദ കറന്റ് പ്രൊഡ്യൂസസ് ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റർ പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ്. ഏത് കറണ്ട് ആണോ ആ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ദ സിസ്റ്റം പ്രൊഡ്യൂസിങ് കൺട്രോളിംഗ് ഫോഴ്സ് ഇസ് കോൾഡ് എ കൺട്രോളിംഗ് സിസ്റ്റം. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു ഡിഫ്ലക്ഷൻ എവിടം വരെ പോകണം എന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോളിംഗ് സിസ്റ്റം. ദ ഫംഗ്ഷൻ ഓഫ് ദ കൺട്രോളിംഗ് സിസ്റ്റം ഇസ് ടു, രണ്ട് ഫംഗ്ഷൻസ് ആണ് കൺട്രോളിംഗ് സിസ്റ്റത്തിനുള്ളത്. വൺ എന്താണ്, ടു പ്രൊഡ്യൂസ് എ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. ആൻഡ് ആണ് കേട്ടോ, ടി ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കൺട്രോളിംഗ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അറ്റ് ഫൈനൽ സ്റ്റഡി പൊസിഷൻ ഓഫ് ദ പോയിന്റർ ടു മേക്ക് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റർ ഡെഫിനറ്റ്. എപ്പോഴാണ് ടി ഡി ഈക്വൽ ടു ടി സി വരേണ്ടത്, ഏത് പോയിന്റാണോ മെഷറിംഗ് വരേണ്ടത് ആ മെഷറിംഗ് പോയിന്റിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആവണം, എന്നാലാണ് പിന്നെ ഡിഫ്ലക്ഷൻ ഉണ്ടാവാതിരിക്കുകയുള്ളൂ. ഫോർ എ പെർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് കൺട്രോളിംഗ് സിസ്റ്റം ദ പോയിന്റർ വിൽ ഷൂട്ട് ബിയോണ്ട് ദ ഫൈനൽ സ്റ്റഡി പൊസിഷൻ ഫോർ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ആൻഡ് ദസ് ഡിഫ്ലക്ഷൻ വിൽ ബി ഇൻഡെഫിനിറ്റ്. കൺട്രോളിംഗ് ടോർക്ക് ഇവിടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് കൂടുതലെങ്കിൽ ഇത് കൂടുതൽ റീഡിംഗ് ആയിരിക്കും കാണിക്കുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കൺട്രോളിംഗ് സിസ്റ്റം ദ പോയിന്റർ വിൽ ഷൂട്ട് ബിയോണ്ട് ദ ഫൈനൽ സ്റ്റഡി പൊസിഷൻ ഫോർ എനി മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ആൻഡ് ദസ് ഡിഫ്ലക്ഷൻ വിൽ ബി. എന്താ സംഭവിക്കുന്നത്, ഡിഫ്ലക്റ്റിംഗ് കൺട്രോളിംഗ് ടോർക്ക് ഇല്ലെങ്കിൽ ആ ഡിഫ്ലക്ഷൻ ടോർക്കായിരിക്കും കൂടുതൽ, ടി ഡി വിൽ ബി കൂടുതലായിരിക്കും ടി സിനേക്കാളും. അപ്പോൾ എന്ത് പറ്റും, ഹയർ വാല്യൂ ഏതെങ്കിലും ആയിരിക്കും മെഷർ ചെയ്യുന്നത്. അടുത്തത് രണ്ടാമത്തെ പോയിന്റ് എന്താണ് കൺട്രോളിംഗ് ടോർക്കിൻ്റെ, ടു ബ്രിങ് ദ മൂവിങ് സിസ്റ്റം ബാക്ക് ടു സീറോ വെൻ ദ ഫോഴ്സ് കോസ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ ഏത് ഫോഴ്സാണോ എന്ത് കാരണമാണോ ഡിഫ്ലക്ഷൻ ഉണ്ടായത് ആ ഡിഫ്ലക്റ്റിങ്ങിന് വേണ്ട ആ മെഷറിംഗ് സാധനം മാറ്റി കഴിയുമ്പോൾ ആ കറണ്ടോ വോൾട്ടേജോ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ പോയിന്റർ വീണ്ടും ബാക്ക് ടു സീറോ പൊസിഷൻ വരാൻ എന്ത് വേണം, കൺട്രോളിംഗ് ടോർക്ക് വേണം. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കൺട്രോളിംഗ് സിസ്റ്റം ദ പോയിന്റർ വിൽ നോട്ട് കം ബാക്ക് ടു സീറോ വെൻ ദ കറണ്ട് ഈസ് റിമൂവ്. ദ കൺട്രോളിംഗ് ഫോഴ്സസ് യൂഷ്വലി പ്രൊവൈഡ് ബൈ സ്പ്രിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ 2 പോയിന്റ്സ് ആണ് അതിൽ പറയേണ്ടത്. എന്താണ്, ഫൈനൽ സ്റ്റഡി പൊസിഷനിൽ റീച്ച് ചെയ്ത് നിൽക്കുമ്പോഴും സീറോയിലേക്ക് ബാക്കിലേക്ക് വരാൻ വേണ്ടി എപ്പോഴാണ് ആ നമ്മൾ എന്താണോ മെഷർ ചെയ്യുന്നത് അത് മാറ്റി കഴിയുമ്പോൾ, അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി അടുത്ത ഡാമ്പിങ്. When deflecting force is applied to the moving system, it deflect and it should come to rest at a position where the deflecting force is balanced by controlling force. Deflecting torque controlling force equal ആകുമ്പോഴത്തേക്കും അതൊരു സ്റ്റഡി പൊസിഷനിലേക്ക് വരും. The deflecting and controlling force produced by a system which have inertia and therefore moving system cannot immediately settle at its final steady position but overshoots or swing ahead of it. Suppose ഒരു പോയിന്റ് O ഉണ്ടെന്ന് വിചാരിക്കുക, ഈസ് ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ ഓർ ഫൈനൽ സ്റ്റഡി. ആ ഇനർഷ്യ കാരണം ഈ പോയിന്റിലാണ് ടി ഡി ഇസിക്കൽ ടു ടി സി വരുന്നത്. പക്ഷേ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയല്ല. എന്താ സംഭവിക്കുന്നത്, ഇവിടെ വന്നു കഴിയുമ്പം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആദ്യം ഒന്ന് കൂടും, അപ്പോൾ ഈ പോയിന്റിലേക്ക് പോകും. അതാണ് സപ്പോസ് O എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഫൈനൽ സ്റ്റഡി പൊസിഷൻ എങ്കിൽ ബിക്കോസ് ഓഫ് ഇനർഷ്യ ദ മൂവിങ് സിസ്റ്റം മൂവ്സ് ടു എ പൊസിഷൻ. Because of inertia, the moving system moves to a position A. Now, any position A beyond the equilibrium position, thus controlling force is more than the deflecting. ഈ എ വരെ എന്ത് പറ്റും, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൂടുതലായതുകൊണ്ട് ഇവിടെ ഈ കൺട്രോളിംഗ് ടോർക്കിനേക്കാളും കൂടുതൽ വരുന്നത് കൊണ്ട് എന്താ എയിലേക്ക് പോകും. ഈ എയുടെ ബിയോണ്ട് എന്താ സംഭവിക്കുന്നത്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കുറവാണ്, അപ്പോൾ എന്താ കൺട്രോളിംഗ് ടോർക്കാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുമോ, ഇവിടെ എന്താണ്, ഇവിടെ കൺട്രോളിംഗ് ടോർക്ക് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ പോയിന്റ് ഇനർഷ്യ കാരണം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതാണ് പോയിന്റ് ബി എന്ന് പറയുന്നത്. ഓർത്താൽ മതി, ബിക്കോസ് ഓഫ് ഇനർഷ്യ ദ സിസ്റ്റം മൂവ്സ് ഫ്രം പൊസിഷൻ ടു പൊസിഷൻ എ. ആ ഇനർഷ്യ കാരണം എന്ത് ചെയ്യും, ഓയിൽ നിൽക്കാതെ എ പൊസിഷനിലേക്ക് പോകും. നൗ ഫോർ എനി പൊസിഷൻ എ ബിയോണ്ട് ദി ഇക്വിലിബ്രിയം പൊസിഷൻ ആ എൻ്റെ അടുത്ത പൊസിഷനിൽ എങ്ങനെയാണ്, കൺട്രോളിങ് ഫോഴ്സസ് മോറാണ്. കൺട്രോളിങ് കൂടുതലുള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോവില്ല, കൺട്രോൾ ചെയ്തു അവിടെ, അപ്പോൾ എ വരെ പോകുള്ളൂ. കൺട്രോളിങ് ഫോഴ്സസ് മോർ ദാൻ ദ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, ഹെൻസ് ദ മൂവിങ് സിസ്റ്റം
അതുകൊണ്ട് എയിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. ഈ എയിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. കൺട്രോളിംഗ് ഫോഴ്സ് കൂടുതലുള്ള കാരണം അങ്ങോട്ടേക്ക് പോവില്ല. അവിടെ വരെ വന്ന് നിന്നു. പക്ഷെ അവിടെ തന്നെ നിൽക്കുമോ? ഇല്ല. പിന്നെയും ആ ഇനർഷ്യ കാരണം എന്ത് ചെയ്യും? ഡ്യൂ ടു ഇനർഷ്യ ഇറ്റ് കനോട്ട് സെറ്റിൽ അറ്റ് O ബട്ട് സ്വിങ്സ് ടു എ പൊസിഷൻ. ഇത് ഇവിടം വരെ വന്നിട്ട് എന്ത് ചെയ്യും? ബി പൊസിഷനിലേക്ക് ബാക്കിലേക്ക് പോകും. ആ ബിയിൽ എന്താണ് പറ്റുന്നത്? അറ്റ് ബി ദ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ഇസ് മോർ ദാൻ ദ കൺട്രോളിംഗ് ഫോഴ്സ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് കൂടുതലുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങോട്ടേക്ക് പോകണം. ഇവിടെ എത്തുമ്പോൾ എന്താണ്? കൺട്രോളിംഗ് ഫോഴ്സ് കൂടുതലുണ്ട്. ഇങ്ങോട്ട് പോകും. നമ്മളുടെ പോയിന്റർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത് ടി ഡി ഇങ്ങനെയാണെങ്കിൽ ടി സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പം എന്താ സംഭവിക്കുന്നത്? ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ടി ഡി കൂടുതലുണ്ട്, ഇങ്ങോട്ട് പോകും. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ടി സി ഉണ്ട്, അതിങ്ങനെ ഇങ്ങനെ സെറ്റിൽ. അതിനെയാണ് ആ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. The pointer thus oscillates about its final steady position. A damping force is necessary so that the moving system comes to its equilibrium position rapidly, smoothly, without any oscillation. ഈ ഓസിലേഷൻ ഇല്ലാണ്ട് ഈ ഓയിൽ വരുന്നതിനാണ് ഡാമ്പിംഗ് ഫോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ ഒരു പ്രോബ്ലം ആണ്. ഇതോടെ ഫസ്റ്റ് മൊഡ്യൂൾ തീരും. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. The coil of a measuring instrument has a resistance of 1 ohm and instrument has a full scale deflection of 250 watt. When the resistance of 4999 ohm is connected in series with it. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻസ്ട്രുമെൻ്റ് റെസിസ്റ്റൻസ് 1 ohm ആണ്. അപ്പോൾ തന്നെ നമ്മൾ RM എഴുതുക, 1 ohm. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എത്രയാണ്? 250 വോൾട്ടാണ്. ഈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എപ്പോഴാണ് 250 വരുന്നത്? വെന്നെ റെസിസ്റ്റൻസ് ഓഫ് ഇത് കണക്ട് ചെയ്യുമ്പോൾ അല്ലേ? അപ്പം എന്താ ഇത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആ മീറ്ററിന് RM കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ്. RM അല്ല, സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോഴാണ്. എത്രയാണ് സീരീസ് റെസിസ്റ്റൻസ്? 4999 ഓം. ഈ ഓം കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ക്യാപിറ്റൽ V വരുന്നത് അല്ലേ? അപ്പോൾ ആക്ച്വലി ആ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് വേറെന്തോ ആണ്. അത് നമുക്ക് നോക്കാം. RC = RM × M-1. RCൻ്റെ വാല്യൂ നമുക്കറിയാം, 4999. RM 1 ohm, M-1. എമ്മിൻ്റെ വാല്യൂ എന്താണ്? 5000 ആയി അല്ലേ? എം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ V ബൈ സ്മോൾ വി ആണ്. ക്യാപിറ്റൽ V നമുക്കറിയാം 250 വോൾട്ട് ആണ്. അപ്പോൾ സ്മോൾ വി എന്താണ്? 250 ബൈ 5000. ഇതാണ് സ്മോൾ വി. അതായത് ആ മീറ്റർ ആക്ച്വലി മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് 0.05 ആണ്. പക്ഷെ എന്ത് ചെയ്തു? ഒരു 4999 ഓം സീരീസ് ആയിട്ട് കൊടുത്തുകൊണ്ട് അതിന് 250 വോൾട്ട് മെഷർ ചെയ്യാൻ പറ്റി. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ കറണ്ട് റേഞ്ച് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് വെൻ യൂസ്ഡ് ആസ് എൻ അമ്മീറ്റർ. ഒരു അമ്മീറ്റർ ആയിട്ട് കണക്റ്റ് ആക്കുകയാണ് ആ ഇൻസ്ട്രുമെൻറ്റ്. അതിനെന്ത് ചെയ്യണം? ഒരു ഷണ്ട് കൊടുക്കണം. ആ ഷണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തോരം കറണ്ട് മെഷർ ചെയ്യണം? ആ കറണ്ട് എത്ര? കറണ്ടിൻ്റെ റേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വോൾട്ടേജും ഇതിൻ്റെ മീറ്റർ റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര കറണ്ട്? EV ബൈ RM എത്രയാണ്? 0.05 ആംപിയർ. ഇനി കറണ്ട് റേഞ്ചാണ് കിട്ടേണ്ടത്. കറണ്ട് റേഞ്ച് എങ്ങനെ കിട്ടാം? RSH = RM ബൈ M-1. RM എത്രയാണ്? 1 ആണ്. RSHൻ്റെ വാല്യൂ എന്താണ്? 1/499. M ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, M-1. ഇപ്പം എന്താണ്? M = എന്താണ്? 500 കിട്ടി. ഈ എമ്മിൻ്റെ വാല്യൂ എങ്ങനെയാണ്? ക്യാപിറ്റൽ I ബൈ സ്മോൾ I ആണ് അല്ലേ? നേരത്തെ ക്യാപിറ്റൽ V ബൈ സ്മോൾ വി ആണെങ്കിൽ ഇത് ക്യാപിറ്റൽ I ബൈ സ്മോൾ I ആണ്. ഈ സ്മോൾ I നമുക്കറിയാം, V/R ചെയ്ത് നമുക്ക് കിട്ടി 0.05. അപ്പം ക്യാപിറ്റൽ I എന്താണ്? ക്യാപിറ്റൽ I = 0.05 × 500 which is equal to 25 ആംപിയർ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ആദ്യമേ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് ഈ പോയിന്റ്സ്. എന്താണ്? RM ഉണ്ട്, ക്യാപിറ്റൽ V ഉണ്ട്, ഇതാണ് RC.
അപ്പോൾ നമ്മുടെ ഇക്വേഷൻ RS RM × M-1, എം കണ്ടുപിടിക്കുക. എമ്മിൽ നിന്ന് ക്യാപിറ്റൽ V നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് സ്മോൾ v കിട്ടുക. സ്മോൾ വിയും RM ഉണ്ടെങ്കിൽ നമുക്ക് I കിട്ടും. നമ്മളോട് പറയുകയാണ് അതേ മീറ്റർ തന്നെ ഷണ്ട് കണക്ട് ചെയ്യാണ്, ഷണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എം കണ്ടുപിടിക്കുന്നു. ഈ സ്മോൾ ഐ നമുക്ക് കണ്ടുപിടിച്ചു, ആ ഇൻസ്ട്രുമെൻ്റ് ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, അതിൽ നിന്ന് ഐ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ ആ കറണ്ട് റേഞ്ച് 25 ആംപിയർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താ, ദ ഷണ്ട് റെസിസ്റ്റൻസ് ഫോർ ദി ഇൻസ്ട്രുമെൻറ്റ് ടു ഗീവ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് 50 ആംപിയർ. 50 ആംപിയർ, ഇത് 25 ആംപിയർ ആണ്. ഇനി 50 ആംപിയർ കിട്ടാൻ എന്തോരം ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം? അപ്പം എങ്ങനെയാണ്, RSH RM/M-1. എം എന്താണ്, ക്യാപിറ്റൽ I സ്മോൾ ഐ. ക്യാപിറ്റൽ ഐ എന്താണ്, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എത്രയാണ്, 50 ഡിവൈഡഡ് ബൈ സ്മോൾ ഐ. സ്മോൾ ഐ എന്താണ്, 0.05 -1. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് നോക്കാം. RSH RM/50/5 100 അല്ലേ മുകളിലേക്ക് പോകുന്നത്, -1. 1/1000 -1 999 അല്ലേ. RSHൻ്റെ വാല്യൂ ഇതാണ് വരുന്നത്. 1000 ആണെങ്കിൽ എന്താണ്, 1000 ആണെങ്കിൽ 1/1000ൻ്റെ വാല്യൂ ഇതാണ്. അപ്പോൾ 1/999 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുറവായത് കാരണം ഇതിനേക്കാൾ കുറച്ച് കൂടും. അതുകൊണ്ട് ആണ് ഈ വാല്യൂ എഴുതിയിരിക്കുന്നത്. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോഴാണ് ഈ വാല്യൂ കിട്ടുന്നത്. ഇല്ല ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ഏരിയ നല്ലതുപോലെ പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.